എല്ലാവർക്കും നമസ്കാരം. വേ ടു സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പാഠപുസ്തകത്തിലെ 4ാമത്തെ ചാപ്റ്ററായ പ്രകാശം പ്രതിപദിക്കുമ്പോൾ എന്നുള്ള പാഠമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ തുടക്കത്തിൽ തന്നെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുത്തശ്ശി തൻ്റെ കൊച്ചുമകളോടായിട്ട് പറയുകയാണ്, ഈ ജനലിലൂടെ വെയിൽ വല്ലാതെ അകത്തേക്ക് വരുന്നു, ആ കർട്ടൻ ഒന്ന് നീക്കിയിടും മോളെ എന്ന് പറയുകയാണ്. അപ്പോൾ ആ കുട്ടി ചിന്തിക്കുകയാണ്, ജനാല അടഞ്ഞാണല്ലോ കിടക്കുന്നത്, പിന്നെ എങ്ങനെയാ വെയിൽ ഉള്ളിലേക്ക് കടക്കുന്നത്? അപ്പോൾ അടച്ചിട്ടാലും ചില്ലു ജനൽ വഴി പ്രകാശം ഉള്ളിൽ കടക്കും എന്ന് നമുക്കറിയാം അല്ലേ? അത്രയും വെളിച്ചവും ചൂടും അസഹനീയമായതുകൊണ്ടാണ് മുത്തശ്ശി ജനൽ അടച്ചിടാനായിട്ട് പറയുന്നത്. ഇവിടെ കുറച്ച് വസ്തുക്കളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഉരച്ച ഗ്ലാസ് ഷീറ്റ്, ചില്ലു ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, മരക്കട്ട, തുണി, വെള്ള പേപ്പർ, കറുത്ത ചാർട്ട് പേപ്പർ, ബട്ടർ പേപ്പർ, ജനൽ ചില്ല്, നാണയം, കണ്ണാടി, കണ്ണട ചില്ല്, മാർബിൾ, പോളിത്തീൻ കവർ, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ എന്നീ വസ്തുക്കളെടുത്ത് നമ്മൾ അവയിലേക്ക് ടോർച്ച് ഒന്ന് പ്രകാശിപ്പിച്ച് നോക്കുക. ഇതിൽ ചില വസ്തുക്കളിലൂടെ പ്രകാശം കടന്നു പോകുന്നതായിട്ട് കാണാം, എന്നാൽ മറ്റു ചില വസ്തുക്കളോ പ്രകാശം കടത്തിവിടാത്തതായിട്ട് നമുക്ക് കാണാം. ഏതൊക്കെ വസ്തുക്കളാണ് പ്രകാശം കടത്തിവിടുന്നവ? ജനൽ ചില്ലുണ്ടല്ലേ, ചില്ലു ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം പ്രകാശത്തെ പൂർണ്ണമായിട്ടും കടത്തിവിടുന്നതാണ്. കണ്ണാടയുടെ ചില്ല് പൂർണ്ണമായിട്ടും പ്രകാശത്തെ കടത്തിവിടുന്നതാണ്. ബട്ടർ പേപ്പർ പ്രകാശത്തെ കടത്തിവിടുന്നുണ്ട്. പോളിത്തീൻ കവറും പ്രകാശത്തെ കടത്തിവിടുന്നുണ്ട്. നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിലൂടെയും പ്രകാശം കടന്നു പോകുന്നുണ്ട്. ഉരച്ച ഗ്ലാസ് ഷീറ്റ് പ്രകാശത്തെ കടത്തിവിടുന്നതാണ് കേട്ടോ. തുണിയിലൂടെയും വെള്ള പേപ്പറിലൂടെയൊക്കെ, കട്ടിയില്ലാത്ത തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ള പേപ്പറിലൂടെയൊക്കെ കടത്തിവിടുന്നവയാണ്. ഇനി പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ്? മരക്കട്ട കടത്തിവിടുന്നില്ല. കറുത്ത ചാർട്ട് പേപ്പർ, നാണയം, കണ്ണാടി, മാർബിൾ ഇവയിലൂടെയൊന്നും പ്രകാശം കടന്നു പോകുന്നില്ല. ഇനി നമുക്ക് പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളെക്കുറിച്ച് പഠിക്കാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത വസ്തുക്കൾ തന്നെ എടുക്കാം. അതിൽ ബട്ടർ പേപ്പറിലൂടെയും പ്രകാശം കടന്നു പോകുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. കണ്ണാടി ചില്ലിലൂടെയും പ്രകാശം കടന്നു പോകുന്നുണ്ടെന്ന് കണ്ടു. ഈ രണ്ട് വസ്തുക്കളിലും ഒരേ രീതിയിലാണോ പ്രകാശം കടന്നു പോകുന്നത്? നമ്മൾ കണ്ടായിരുന്നു, ബട്ടർ പേപ്പർ, ജനൽ ചില്ല്, ഉരച്ച ചില്ല്, എണ്ണ പുരട്ടിയ പേപ്പർ, ചില്ലു കഷ്ണം, പോളിത്തീൻ കവർ, ചില്ലു ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ എന്നിവയിലൂടെ എല്ലാം തന്നെ പ്രകാശം കടന്നു പോകും എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പരീക്ഷണം നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആവർത്തിച്ച് നോക്കിയിട്ട് പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകാശത്തെ നന്നായി കടത്തിവിടുന്ന വസ്തുക്കളും ഏതൊക്കെയാണ്, ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് തരംതിരിച്ച് നോക്കാം. ഏതൊക്കെയാണ് പ്രകാശം നന്നായി കടത്തിവിടുന്നവ? ജനൽ ചില്ല്, ചില്ലു കഷ്ണം, ചില്ലു ഗ്ലാസ്സിലെടുത്ത ശുദ്ധജലം, നിറമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ ഇവയിലൂടെ എല്ലാം തന്നെ പ്രകാശം നന്നായി കടന്നു പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്നവ ഏതൊക്കെയായിരിക്കും? ബട്ടർ പേപ്പർ, ഉരച്ച ചില്ല്, എണ്ണ പുരട്ടിയ പേപ്പർ, പോളിത്തീൻ കവറ് ഇവയിലൂടെ എല്ലാം പ്രകാശം കടന്നു പോകുമെങ്കിലും ഭാഗികമായി മാത്രമേ കടന്നു പോകുന്നുള്ളൂ. ഈ വസ്തുക്കളിൽ വന്ന് വീഴുന്ന പ്രകാശത്തെ അത് പൂർണ്ണമായിട്ടും കടത്തിവിടില്ല, ഭാഗികമായി മാത്രമേ കടത്തിവിടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഏതൊക്കെ തരം വസ്തുക്കളെ പരിചയപ്പെട്ടത്? പ്രകാശം പൂർണ്ണമായി കടത്തിവിടുന്ന വസ്തുക്കളെ പരിചയപ്പെട്ടു, ഭാഗികമായി പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളെ പരിചയപ്പെട്ടു, അതുപോലെ തന്നെ പ്രകാശത്തെ തീരെ കടത്തിവിടാത്ത തരം വസ്തുക്കളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വസ്തുക്കളെ എങ്ങനെയൊക്കെ തരംതിരിക്കാം? സുതാര്യ വസ്തു, അതാര്യ വസ്തു, അർദ്ധതാര്യ വസ്തു എന്ന് മൂന്നായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? സുതാര്യ വസ്തു, അതാര്യ വസ്തു, അർദ്ധതാര്യ വസ്തു. ഓക്കെ, പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധതാര്യ വസ്തുക്കൾ അഥവാ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നവ. ഇനി പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ അഥവാ ഒപ്പേക്ക് ഒബ്ജക്ട്സ്. അപ്പോൾ ഇതിന് ഉദാഹരണങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്, ഒന്നും കൂടെ നോക്കിക്കോളാം. ഇനി ഈ സുതാര്യ വസ്തുവിനെ നമുക്ക് അതാര്യമാക്കാൻ സാധിക്കും. അതായത് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റുകളെ നമുക്ക് ഒപ്പേക്ക് ഒബ്ജക്റ്റുകളാക്കി മാറ്റാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? സുതാര്യമായ ഒരു ഗ്ലാസ് ഷീറ്റ് എടുത്ത് ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ കരി പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഗ്ലാസ് ഷീറ്റിൽ കൂടുതൽ കരി പറ്റിപ്പിടിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ സുതാര്യത കുറഞ്ഞു വരുന്നതായിട്ട്, ആ ട്രാൻസ്പെറൻറ്റ് പ്രോപ്പർട്ടി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഗ്ലാസ് ഷീറ്റിൽ പെയിൻറ് അടിച്ചു കൊടുക്കാം. പെയിൻറ് അടിച്ച് കഴിയുമ്പോൾ ആ പെയിൻറ്റിൻ്റെ കട്ടി നമ്മൾ കട്ടിക്ക് അടിക്കുന്നതിനനുസരിച്ച് എന്താവും, അത് ഒപ്പേക്കായിട്ട് മാറും, അല്ല അതാര്യമായി മാറുന്നത് നമുക്ക് കാണാം. അതുപോലെ ശുദ്ധജലം സുതാര്യമാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ വായുവോ, നമുക്ക് ചുറ്റിനുമുള്ള വായുവും എങ്ങനെയാണ്, സുതാര്യമാണ്. കളേർഡ് ഗ്യാസ് ആണ് നമ്മുടെ ചുറ്റിനും നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റുള്ള വസ്തുവിനെ കാണാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഈ ശുദ്ധജലത്തിനെ അർദ്ധതാര്യമാക്കാൻ അല്ലെങ്കിൽ പാർഷ്യലി ട്രാൻസ്പെറൻറ്റ്, ആ പാർഷ്യലി ട്രാൻസ്പെറൻറ്റിനെയാണ് നമ്മൾ ട്രാൻസ്ലൂസൻ്റ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ അർദ്ധതാര്യമാക്കാൻ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് ആക്കാൻ നമുക്കതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം, വളരെ കുറച്ച് എമൗണ്ട് മാത്രം. അതുപോലെ വായുവിനെ ട്രാൻസ്ലൂസൻറ്റ് അഥവാ അർദ്ധതാര്യമാക്കാൻ എന്ത് ചെയ്യാം, അവിടെ ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചിരിക്കുന്ന ഫിഗർ കണ്ടോ, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ആ പുകപടലങ്ങൾ ചുറ്റിന് വ്യാപിക്കുമ്പോൾ അത്രയും ഭാഗം എന്താവും, ക്ലിയർ അല്ലാണ്ടാവും അല്ലേ. അങ്ങനെയുള്ള എയറിലൂടെ നമ്മൾ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് ഓപ്പോസിറ്റിലുള്ള വസ്തുക്കൾ നമുക്ക് കാണാൻ പറ്റത്തില്ല, വളരെ മങ്ങിയേ നമുക്ക് കാണാൻ പറ്റൂ. അപ്പോൾ പുക നിറഞ്ഞ അന്തരീക്ഷം എങ്ങനെയാണ്, ട്രാൻസ്ലൂസൻ്റ് ആണ്, അതായത് പ്രകാശത്തെ പൂർണ്ണമായിട്ടും കടത്തിവിടുന്നില്ല എന്നർത്ഥം. അപ്പോൾ നമുക്ക് മനസ്സിലായി ചില സുതാര്യ വസ്തുക്കളെ, അതായത് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റുകളെ നമുക്ക് അതാര്യമാക്കി മാറ്റാൻ സാധിക്കും, അഥവാ ഒപ്പേക്ക് ഒബ്ജക്റ്റുകളാക്കി മാറ്റാൻ സാധിക്കും എന്ന് നമ്മൾ കണ്ടു. ഇനി എങ്ങനെയാണ് വസ്തുക്കളുടെ അതാര്യതയും സുതാര്യതയും നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന പേനകളുടെ, മിക്കവാറും ഉള്ള പേനകളുടെയൊക്കെ റീഫില്ലിൽ മഷി തീർന്നെന്നറിയാനായിട്ട് നമ്മളതെടുത്ത് നോക്കും അല്ലേ. പേനയുടെ ബോഡിക്കകത്ത് ദൂരി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, കാരണം അതിൻ്റെ അത് റീഫില്ല് മിക്കവാറും എല്ലാത്തിൻ്റെയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റീഫില്ലായിരിക്കും. അപ്പോൾ അതിൽ മഷി തീർന്നിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓയിൽ പേപ്പറിൽ പാർഷ്യലായിട്ട് മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ, പ്രകാശത്തെ കടത്തി വിടുന്നുള്ളൂ. അതൊരു ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റാണ് ഓയിൽ പേപ്പർ എന്ന് പറയുന്നത്. ഈ ഓയിൽ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിത്രങ്ങളും മാപ്പുകളും ഒക്കെ ട്രേസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ. ഇനി വീടിൻ്റെ ചുമരും വാതിലും ഒക്കെ കല്ലുകൾ കൊണ്ടും അതുപോലെ വാതിലൊക്കെ ആണെങ്കിൽ തടി കൊണ്ടും ഒക്കെ നിർമ്മിച്ചിട്ടുള്ളതാണെങ്കിൽ അവയൊക്കെ എങ്ങനെയാണ്, അതാര്യ വസ്തുക്കളാണ് അല്ലേ, പ്രകാശത്തെ തീരെ കടത്തി വിടാത്തവയാണ്, ഒപ്പേക്ക് ഒബ്ജക്റ്റുകളാണ് അവയെല്ലാം. അപ്പോൾ വസ്തുക്കളുടെ സുതാര്യതയും അതാര്യതയും അർദ്ധതാര്യതയും നിത്യജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. കൂടുതൽ സന്ദർഭങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന മറ്റ് സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്, നമ്മുടെ കണ്ണടയുടെ ഗ്ലാസ് അല്ലേ, കണ്ണടയുടെ ഗ്ലാസ് ട്രാൻസ്പാരൻ്റ് ആണ്, പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടും. അതുപോലെ തന്നെ ജനലിൻ്റെ പാളികൾ അല്ലേ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജനൽ പാളികൾ ഉണ്ട്, അതൊക്കെ എക്സാമ്പിളാണ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സിന്. ഇനി അർദ്ധതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്, ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റുകൾ എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ബാത്റൂമിൻ്റെ ജനലുകളൊക്കെ കണ്ടിട്ടില്ലേ, ഗ്രൗണ്ടഡ് ഗ്ലാസ്സുകളായിരിക്കും അവിടെ ഉപയോഗിക്കുക. അപ്പോൾ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് കടന്നു പോവില്ല, നമുക്ക് വിസിബിൾ ആയിരിക്കില്ല ഒന്നും. ഓക്കെ. അതുപോലെ തന്നെ വയർ മെഷ് ഉണ്ട്, നമ്മൾ ഈ വർക്ക് ഏരിയയുടെയൊക്കെ ഗ്രില്ലുകളില്ലേ, ആ ഗ്രില്ലിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പക്കാ ക്ലിയർ ആയിട്ട് നമുക്ക് വസ്തുക്കളെ കാണാനായിട്ട് പറ്റില്ല, സാധാരണ നോക്കുന്ന പോലെ നമുക്ക് ക്ലിയർ ആവില്ല. അത് ട്രാൻസ്ലൂസൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്. ബട്ടർ പേപ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അതാര്യ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ബുക്സ്, തടി കൊണ്ടുണ്ടാക്കിയ ജനലുകൾ, വാതിലുകളൊക്കെ, അതൊക്കെ എന്താണ്, ഒപ്പേക്ക് ഒബ്ജക്റ്റുകളാണ്, പ്രകാശത്തെ ഒട്ടും തന്നെ കടത്തിവിടുന്നവയല്ല. ഇനി അദൃശ്യനായ മനുഷ്യൻ, ദ ഇൻവിസിബിൾ മാൻ എന്ന് പറഞ്ഞൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. H.G. വെൽസിൻ്റെതാണ് ദ ഇൻവിസിബിൾ മാൻ. ഇംഗ്ലീഷ് സാഹിത്യകാരനായ H.G. വെൽസിൻ്റെ പ്രശസ്തമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്നത്. നോവലിലെ കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ. താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി ഗ്രിഫിൻ്റെ ശരീരം സുതാര്യമായി മാറുന്നു. ഇങ്ങനെ അദൃശ്യനായി മാറിയ ഗ്രിഫിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ദ ഇൻവിസിബിൾ മാൻ എന്ന് പറയുന്ന നോവൽ എഴുതിയ വ്യക്തി ആരാണ്, H.G. വെൽസ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, തിരിച്ചു വരുന്ന പ്രകാശം. അപ്പം നമ്മൾ പഠിച്ചു ചില വസ്തുക്കളൊക്കെ എങ്ങനെയായിരിക്കും, സുതാര്യമായിരിക്കും അല്ലേ, ട്രാൻസ്പാരൻ്റ് ആയിരിക്കും, ചിലതെങ്ങനെയായിരിക്കും, അതാര്യമായിരിക്കും, ഒപ്പേക്ക് ആയിരിക്കും, ചിലതെങ്ങനെയായിരിക്കും, ട്രാൻസ്ലൂസൻറ്റും ആയിരിക്കും, അഥവാ അർദ്ധതാര്യ വസ്തുക്കളും ആയിരിക്കും. നമ്മളൊരു സിമ്പിൾ എക്സ്പെരിമെൻറ്റ് നമുക്ക് ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ക്ലാസ് മുറിയുടെ ജനലും വാതിലും അടച്ച് പ്രകാശത്തിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കുന്നു. ഇനി ഒരു കണ്ണാടി ചുമരിനഭിമുഖമായി
പിടിച്ച് ടോർച്ചിൽ നിന്നുള്ള പ്രകാശം അതിൽ പതിപ്പിച്ച് നോക്കുക. നമുക്ക് എന്ത് കാണാൻ സാധിക്കും? പ്രകാശരശ്മികൾ കണ്ണാടിയിൽ തട്ടി ചുവരിൽ വന്ന് പതിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പുറമേ നിന്നുള്ള ലൈറ്റിൻ്റെ അളവ് കുറച്ചിട്ട് നമ്മളൊരു കണ്ണാടി എടുത്ത് ഏതെങ്കിലും ഒരു ഭിത്തിയിലേക്ക് തിരിച്ച് വെക്കുക. ഭിത്തിയെ നോക്കി വെക്കണം കണ്ണാടിയുടെ ആ ഒരു മിനുസമുള്ള ഭാഗം. എന്നിട്ട് ആ മിനുസമുള്ള ഭാഗത്തേക്ക് നമ്മൾ ടോർച്ച് ലൈറ്റ് അടുപ്പിച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ് കണ്ണാടിയുടെ മിനുസമുള്ള ഭാഗത്ത് തട്ടിയിട്ട് ചുമരിൽ ചെന്ന് പതിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതേ പരീക്ഷണം തന്നെ മിറർ അങ്ങോട്ട് മാറ്റിയിട്ട് മിററിൻ്റെ പകരം എന്ത് വെക്കണം? മിനുസമുള്ള ടൈല്, പുതിയ സ്റ്റീൽ പ്ലേറ്റ്, ഓട്, ഹാർഡ് ബോർഡ്, പേപ്പർ, മരക്കട്ട, ഇവയിൽ ഓരോന്നേ എടുത്ത് നമ്മൾ ആ മിറർ മാറ്റിയിട്ട് മിററിൻ്റെ പൊസിഷനിൽ വെച്ച് ടോർച്ച് ലൈറ്റ് അടിച്ച് നോക്കുക. ഈ സെയിം പരീക്ഷണം തന്നെ നമ്മൾ മിറർ മാറ്റിയിട്ട് പകരം ഈ ഓരോരോ വസ്തുക്കൾ വീതം വെച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രകാശം പതിച്ച വസ്തു, അതായത് ആദ്യമേ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ആ പ്രകാശം വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്നതിലുള്ള വ്യത്യാസമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം മുഖം നോക്കുന്ന കണ്ണാടിയാണ് വെക്കുന്നതെങ്കിൽ പ്രകാശം നന്നായി റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകുന്നു. ഇനി പേപ്പർ ആണെങ്കിലോ പ്രകാശം വളരെ കുറച്ച് മാത്രമേ തിരിച്ചു പോകുന്നുള്ളൂ. അതുപോലെ തന്നെ പുതിയ സ്റ്റീൽ പ്ലേറ്റിലാണെങ്കിലോ നമുക്ക് നമ്മുടെ മുഖമൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അല്ലേ? അതായത് പ്രകാശം നന്നായിട്ട് തിരിച്ചു പോകുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇനി മരക്കട്ടയാണെങ്കിലോ പ്രകാശം വളരെ കുറച്ച് മാത്രമേ തിരിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ് പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരും എന്നുള്ളതല്ലേ. അപ്പോൾ പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് റിഫ്ലക്ഷൻ? പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെയുള്ള വസ്തുക്കളാണ് പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യിക്കുക? അതായത് നമ്മൾ ചുമരിലേക്ക് പ്രകാശം നന്നായി പ്രതിപതിപ്പിക്കുന്ന വസ്തുക്കളുടെ പ്രതലം നമ്മൾ സ്പർശിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ മിനുസമുള്ള പ്രതലമായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രകാശം നന്നായി പ്രതിപതിപ്പിക്കുന്ന വസ്തുക്കളുടെ പ്രതലം വളരെ മിനുസമുള്ളതായിരിക്കും. മിനുസമുള്ള വസ്തുക്കൾ പ്രകാശം ചുമരിലേക്ക് നന്നായി പ്രതിപതിപ്പിക്കുന്നു. എന്നാൽ പരുപരുത്ത പ്രതലമുള്ള വസ്തുക്കളിൽ പ്രകാശം പ്രതിപതിപ്പിക്കുന്നത് കുറവാണ്. ഓക്കെ, അപ്പോൾ പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസിലാണ് ലൈറ്റ് വന്ന് വീഴുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യിക്കും. എന്നാൽ റഫ് ആയിട്ടുള്ള സർഫസിലാണ് ലൈറ്റ് വന്ന് വീഴുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ്റെ എമൗണ്ട് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. പരുപരുത്ത പ്രതലങ്ങളിൽ വന്ന് വീഴുന്ന പ്രകാശം വളരെ ചെറിയ അളവിൽ മാത്രമേ പ്രതിപദിക്കുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൂ. എന്താണ് അതിൻ്റെ റീസൺ? ഇവിടെ 2 ഫിഗർ കൊടുത്തിരിക്കുന്നുണ്ടോ? ഒന്ന് മുഖം നോക്കുന്ന കണ്ണാടിയിൽ വന്ന് വീഴുന്ന ലൈറ്റാണ്. പിന്നെ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് സാൻഡ് പേപ്പറിൽ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ റിഫ്ലക്ഷനുമാണ്. ആ ലൈറ്റ് റേസിൻ്റെ റിഫ്ലക്ഷന് വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ കണ്ടോ? കണ്ണാടിയിൽ വന്ന് വീഴുന്ന ലൈറ്റ് ആണെങ്കിൽ ക്രമമായിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്, വളരെ ക്രമമായിട്ട്. എന്നാൽ സാൻഡ് പേപ്പറിൽ വന്ന് വീഴുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കിയേ, ക്രമമായിട്ടാണോ അതിൻ്റെ റിഫ്ലക്ഷൻ നടക്കുന്നത്? വന്ന് വീഴുന്ന ലൈറ്റുകൾ അതേ ക്രമത്തിൽ തന്നെയാണോ തിരിച്ചു പോകുന്നത്? ലൈറ്റ് പല വഴിക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസിൽ ലൈറ്റ് വന്ന് വീണാൽ ആ വീഴുന്ന അതേ ക്രമത്തിൽ തന്നെ അതെന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യുന്നു. റഫായിട്ടുള്ള സർഫസിൽ വന്ന് വീഴുന്ന ലൈറ്റ് ക്രമമായിട്ടല്ല റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് നോക്കുക. ചീർപ്പ്, ടോർച്ച്, കണ്ണാടി, ഒരു A4 ഷീറ്റ് പേപ്പർ എന്നിവ ചിത്രത്തിൽ കാണുന്നത് പോലെ ക്രമീകരിച്ച് ടോർച്ച് പ്രകാശിപ്പിച്ച് നോക്കുക. നമുക്ക് എന്ത് കാണാൻ സാധിക്കും? പ്രകാശരശ്മികൾ ക്രമമായി പ്രതിപദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ക്രമ പ്രതിപതനവുമുണ്ട്, വിസരിത പ്രതിപതനവുമുണ്ട്. അതായത് ക്രമ പ്രതിപതനം എന്ന് വെച്ചാൽ മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. ഇതാണ് ക്രമ പ്രതിപതനം അഥവാ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം അഥവാ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്നു. ഇതാണെന്ത്? വിസരിത പ്രതിപതനം അഥവാ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ. അപ്പോൾ ഏതൊക്കെ തരം റിഫ്ലക്ഷനാണ് ഉള്ളത്? റെഗുലർ റിഫ്ലക്ഷനും ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷനും. റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നതാണെന്ത്? ക്രമ പ്രതിപതനം. ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ വിസരിത പ്രതിപതനം.
അപ്പോൾ കണ്ണാടിയിൽ സംഭവിക്കുന്നത് റെഗുലർ റിഫ്ലക്ഷൻ ആണ്. അതുപോലെ വുഡ് സാൻഡ് പേപ്പറിലൊക്കെ നടക്കുന്നതാണ് എന്ത് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് പ്രകാശം പ്രതിപതിക്കുമ്പോൾ. ഇവിടെ നമ്മൾ ഒരു ഭിത്തി കൺസിഡർ ചെയ്തിട്ട് ആ ഭിത്തിയുടെ ഒരു പോയിന്റിലേക്ക് പല സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മളൊരു ബോൾ തട്ടി നോക്കുക. ആ ഭിത്തിയിലെ ആ പർട്ടിക്കുലർ പോയിന്റിലായിരിക്കണം ആ പന്ത് ചെന്ന് പതിക്കേണ്ടത്. ചുമരിൽ പന്ത് തട്ടിയതിന് ശേഷം തിരിച്ചു വരുമെന്ന് നമുക്കറിയാം അല്ലേ? എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ആയിരിക്കുമോ പന്ത് തിരിച്ചു വരുന്നത്? അല്ല അല്ലേ? അതുപോലെ തന്നെയാണ് കണ്ണാടിയിൽ പതിക്കുന്ന പ്രകാശരശ്മികളും തിരിച്ചു വരുന്നതിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഭിത്തിയിൽ ഒരു കണ്ണാടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ കണ്ണാടിയുടെ മുമ്പിൽ 2 ബെഞ്ചിലായിട്ട് 4 കുട്ടികൾ നിരന്നിരിക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ ഒന്നാമത്തെ കുട്ടി കണ്ണാടിയിൽ നോക്കുമ്പോൾ അവൻ ആരെയാണ് കാണുന്നത്? അവൻ്റെ മുഖമാണോ അവൻ കാണുന്നത്? അല്ല, തൊട്ടടുത്തിരിക്കുന്ന റിയയുടെ മുഖമാണ് അവൻ കണ്ണാടിയിലൂടെ കാണുന്നത്. രണ്ടാമത്തെ കുട്ടി മിററിൽ നോക്കുമ്പോഴോ അവൻ കാണുന്നതും തൊട്ടടുത്തിരിക്കുന്ന മേഘയുടെ മുഖമാണ് കണ്ണാടിയിൽ കാണുന്നത്. ഇനി മൂന്നാമത്തെ കുട്ടി നോക്കുമ്പോഴോ തൊട്ടടുത്തിരിക്കുന്ന നിഖിലിനെയാണ് മൂന്നാമത്തെ കുട്ടി കാണുന്നത്. നാലാമത്തെ കുട്ടിയോ തൊട്ടടുത്തിരിക്കുന്ന അനുവിനെയാണ് കാണുന്നത്. അപ്പോൾ ഓരോരുത്തരും കാണുന്നത് പലരുടെയും മുഖങ്ങളാണ് അല്ലെ? ഓരോരോ മുഖങ്ങളാണ് അവർ കാണുന്നത്. അവരുടെ മുഖമാണോ കാണുന്നത്? അല്ല. അപ്പോൾ ഒന്നാമതിരിക്കുന്ന കുട്ടിക്ക് രണ്ടാമതും മൂന്നാമതും ഇരിക്കുന്ന കുട്ടികളെ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും? പല ഡയറക്ഷനിൽ നിന്ന് വരുന്ന ഇൻസിഡൻറ്റ് റേ ആണ് മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തിട്ട് അവരിൽ ഓരോരുത്തരുടെയും കണ്ണിൽ പതിക്കുന്നത്. പല ആംഗിളിലുള്ള റിഫ്ലക്റ്റഡ് റേ ആണ് അവരിൽ ഓരോരുത്തരുടെയും കണ്ണിൽ പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പല പല ആൾക്കാരെയാണ് ഓരോരുത്തരും മിററിൽ കാണാനിടയാവുന്നത്. നമുക്കത് മനസ്സിലാക്കാനായിട്ടൊരു ചെറിയൊരു എക്സ്പെരിമെൻറ്റും കൂടെ നമുക്ക് ചെയ്ത് നോക്കാവേ. അതിന് വേണ്ട സാധനങ്ങൾ: കണ്ണാടി കഷ്ണം വേണം, പ്രൊട്രാക്ടർ വേണം, ഒരു പ്ലാസ്റ്റിക് പെട്ടി വേണം, ഒരു ലേസർ ടോർച്ച് വേണം. എന്നിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പ്രൊട്രാക്ടറിൻ്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്റിക് ടിന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? മിറർ ഫിക്സ് ചെയ്യാം. ആ ഫിക്സ് ചെയ്ത മിററിലേക്ക് നമ്മൾ ലേസർ ടോർച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് പതിപ്പിക്കുക. അപ്പോൾ ഈ ചെറിയ കണ്ണാടി കഷ്ണത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വന്നായിരിക്കും ഈ ലൈറ്റ് വീഴുന്നത്. വീണതിന് ശേഷം അതെന്ത് ചെയ്യും? പ്രതിപതിക്കും അല്ലേ? ആ പ്രതിപതിക്കുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും അത് പ്രതിപതിക്കുക? ഈ പടത്തില്ലേ ദർപ്പണത്തിൽ പതിച്ച പ്രകാശരശ്മിയും പ്രതിപതിച്ച പ്രകാശരശ്മിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നോക്കി. ആ സമതല ദർപ്പണത്തിലെ പ്രകാശരശ്മി ഒന്ന് പതിക്കുന്നു അല്ലേ? ഇപ്പം ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് എന്ത്? പതനരശ്മി അഥവാ ഇൻസിഡൻറ്റ് റേ എന്നറിയപ്പെടുന്നത്. ഇനി പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതനബിന്ദു. ഈ പതനബിന്ദുവിൽ ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയാണ് ലംബം അഥവാ നോർമൽ എന്ന് പറയുന്നത്. ഇനി പ്രകാശം പതനബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന രശ്മിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രതിപതന രശ്മി അഥവാ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഈ പതനരശ്മിയും ലംബവുമായിട്ട് ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് പതനകോൺ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിൽ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പ്രതിപതന കോണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എക്സ്പെരിമെൻറ്റിലേക്ക് തന്നെ തിരിച്ചു വരാം. ടോർച്ചിൽ നിന്ന് വരുന്ന പ്രകാശരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണളവ്, അതായത് പതന കോണളവ് 40 ഡിഗ്രി ആണെങ്കിൽ തിരിച്ചു വരുന്ന പ്രകാശരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണളവ് അതാണല്ലോ പ്രതിപതന കോണെന്ന് പറയുന്നത്. അപ്പോൾ പ്രതിപതന കോണളവ് എത്രയായിരിക്കും? പതന കോണളവ് 40 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണളവും എന്തു തന്നെ ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. പതന കോണളവ് 55 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണളവും 55 ഡിഗ്രി ആയിരിക്കും. പതന കോണളവ് 70 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണളവും 70 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണ് പതന കോണും പ്രതിപതന കോണും? പതന കോണെന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതന കോൺ അഥവാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. പ്രതിപതന രശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ അഥവാ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് പ്രതിപതന നിയമങ്ങൾ? പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. നമ്മൾ കണ്ടായിരുന്നു അല്ലേ? പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും. ഇനി പതന രശ്മിയും പ്രതിപതന രശ്മിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും, അതായത് ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് പ്രതിപതന നിയമങ്ങൾ എന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. ഇനി ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും. അടുത്തതാണ് പ്രകാശവും കാഴ്ചയും. നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത്?
ആ ഫിഗറിൽ നോക്കിയ ഒരു പുസ്തകം വെച്ചിരിക്കുന്നുണ്ടോ? അപ്പോൾ ഒരു ബൾബാണ് അവിടുത്തെ പ്രകാശ സ്രോതസ് എന്ന് പറയുന്നത്. സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ബൾബാണ്. ഇനി ബൾബ് ഇല്ലെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് ആണെങ്കിലും കൺസിഡർ ചെയ്യാം. അപ്പോൾ സൺലൈറ്റ് പുസ്തകത്തിൽ വന്ന് വീഴുന്നു. ആ വീണ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു അല്ലേ? അപ്പോൾ ഈ ലൈറ്റ് റേയുടെ പ്രത്യേകത എന്താ? അത് സ്ട്രെയിറ്റ് ലൈനിലല്ലേ ട്രാവൽ ചെയ്യുന്നത്? നോക്കിയേ, ആരോ മാർക്ക് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത്? ലൈറ്റ് സോഴ്സിൽ നിന്ന്, അത് ബൾബോ സൺലൈറ്റോ എന്തും ആയിക്കൊള്ളട്ടെ, അവിടുന്ന് ലൈറ്റ് വന്ന് ആ ഒബ്ജക്റ്റിൽ വീഴുന്നു. ആ ഒബ്ജക്റ്റിൽ തട്ടി ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്നു. അങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമ്മൾ കാണാനിടയാവുന്നത്. എങ്കിൽ ആ ഫ്ലോ ചാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. ബൾബിൽ നിന്ന് ലൈറ്റ് ബുക്കിൽ വന്ന് വീഴുന്നു അല്ലേ? പിന്നെ ബുക്കിൽ നിന്ന് വീണ്ടും ലൈറ്റ്, റിഫ്ലക്റ്റഡ് ലൈറ്റ് എവിടെ വരുന്നു? കണ്ണിലേക്ക് വരുന്നു. പ്രകാശ സ്രോതസ്സിനെ കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? അതായത് പ്രകാശിക്കുന്ന ബൾബ് നാം കാണുന്നത് അതിൻ്റെ പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് അല്ലേ? അവിടെ റിഫ്ലക്ഷനോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. നമ്മൾ ബൾബിലേക്ക് നേരിട്ട് നോക്കുമ്പോൾ നമ്മൾ ആ വസ്തുവിനെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നാം വസ്തുക്കളെ എങ്ങനെയാണ് കാണുന്നതെന്നാണ് പറഞ്ഞേ? ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ വസ്തുക്കളെയൊക്കെ കാണാനായിട്ട് നമുക്ക് പ്രകാശ സ്രോതസ്സും വേണം, അതുപോലെ കണ്ണും വേണം അല്ലേ? രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഭൂമിയിലെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് പ്രകാശത്തിൻ്റെ പ്രതിപതനം മൂലമാണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് സമതല ദർപ്പണവും പ്രതിബിംബവും. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രതിബിംബം കാണാൻ സാധിക്കുക? പ്ലെയിൻ മിററിൽ നമ്മൾ നോക്കുക അല്ലെ? മുഖം നോക്കുന്ന കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് നമ്മുടെ മുഖം ഇങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? സൺലൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബൾബിൽ നിന്നോ വരുന്ന ലൈറ്റ് നമ്മുടെ മുഖത്ത് തട്ടി റിഫ്ലക്റ്റ് ചെയ്തത് എവിടെ പതിക്കുന്നു? മിററിൽ പതിക്കുന്നു. ആ റിഫ്ലക്റ്റ് ചെയ്ത രശ്മികൾ മിററിൽ പതിക്കുന്നു. മിററിൽ പതിച്ച രശ്മികൾ വീണ്ടും റിഫ്ലക്റ്റ് ചെയ്ത് എവിടെ എത്തുന്നു? നമ്മുടെ കണ്ണുകളിലെത്തുന്നു. അങ്ങനെയാണ് നമ്മുടെ മുഖം നമുക്ക് കണ്ണാടിയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ആ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. സൂര്യനിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ മുഖത്ത് വന്ന് പതിക്കുന്നു. ആ പ്രകാശം എങ്ങോട്ടാണ് പ്രതിപദിക്കുന്നത്? കണ്ണാടിയിലേക്ക് പ്രതിപദിക്കുന്നു. വീണ്ടും കണ്ണാടിയിൽ നിന്ന് അതേ പ്രകാശം തന്നെ പ്രതിപദിച്ച് നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്നു. ഇനി നോക്കിയേ, കണ്ണാടി കൂടാതെ മറ്റേതെല്ലാം പ്രതലങ്ങളിലാണ് നമുക്ക് മുഖം കാണാൻ സാധിക്കുന്നത്? നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? സ്മൂത്ത് ആയിട്ടുള്ള സർഫസിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ റെഗുലർ റിഫ്ലക്ഷൻ നടക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഇമേജ് അതിൽ കാണാൻ പറ്റും. അതിലൊന്നാമത്തെ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞായിരുന്നു, ടൈൽസ്, പുതിയ സ്റ്റീൽ പാത്രങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുഖം കാണാൻ സാധിക്കുന്ന പ്രതലങ്ങളാണ്. ഇനി ഇവിടെ നോക്കിയേ, പലതരം ദർപ്പണങ്ങൾ കൊടുത്തിട്ടുണ്ട്. പല ഷേപ്പിലുള്ള ദർപ്പണങ്ങൾ, സർക്കിള്, സ്ക്വയർ, ഓവൽ ഷേപ്പിലൊക്കെയുള്ള ദർപ്പണങ്ങൾ കൊടുത്തിട്ടുണ്ട് മിറേഴ്സ്. ഇതിൻ്റെ ഉപരിതലത്തിൽ നമ്മളൊന്ന് സ്പർശിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉപരിതലം എങ്ങനെയായിരിക്കും? നിരപ്പായിരിക്കും. അങ്ങനെ ഉപരിതലം നിരപ്പായ ദർപ്പണമാണ് സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ സമതല ദർപ്പണത്തിൽ നമുക്ക് നമ്മുടെ പ്രതിബിംബം കാണാൻ സാധിക്കും. ഇനി ഈ പ്ലെയിൻ മിററിൻ്റെ, നമ്മൾ മുഖം നോക്കുന്ന മിററിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ അതിൻ്റെ മുമ്പിൽ നിന്ന് ഇടത് കൈ ഉയർത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കണ്ണാടിയിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രതിബിംബം? ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? നമ്മൾ ഇടത് കൈ ഉയർത്തുമ്പോൾ പ്രതിബിംബത്തിൻ്റെ വലത് കൈയായിരിക്കും ഉയരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇടത് കവളിലെ മറുക് കണ്ണാടിയിൽ നോക്കുമ്പോഴത്തേക്ക് ഏത് ഭാഗത്തായിട്ടായിരിക്കും? വലത് കവളിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. സമതല ദർപ്പണത്തിൽ കാണുന്ന പ്രതിബിംബത്തിൻ്റെ എന്ത് പ്രത്യേകതയാണ് ഈ സന്ദർഭങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? പാർശ്വിക വിപര്യം അഥവാ ലാറ്ററൽ ഇൻവേർഷനാണ് ഇതിന് കാരണം. എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ? സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസമാണ് പാർശ്വിക വിപര്യം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മിററിൽ നോക്കി വലത് കൈ പൊക്കുമ്പോൾ പ്രതിബിംബത്തിൻ്റെ ഇടത് കൈ പൊങ്ങുന്നതും ഇടത്തെ കവിളിലെ മറുക പ്രതിബിംബത്തിൻ്റെ വലത് കവിളിലായിട്ട് നമുക്ക് തോന്നുന്നതും എന്തുകൊണ്ടാണ്? ലാറ്ററൽ ഇൻവേർഷൻ മുഖാന്തരമാണ്. ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് നോക്കിയേ. ഇതെന്തിനാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ലെറ്റേഴ്സൊക്കെ തലതിരിച്ച് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഡ്രൈവർമാർക്ക് റെയർ വ്യൂ മിറേഴ്സിലൂടെ നോക്കുമ്പോൾ ആംബുലൻസ് എന്ന് കൃത്യമായി വായിക്കാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസിൻ്റെ സ്പെല്ലിങ്ങിനെ തലതിരിച്ച് എഴുതിയിരിക്കുന്നത്. അടുത്തതാണ് പ്രതിബിംബത്തിൻ്റെ അകലം. സമതല ദർപ്പണത്തിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം എത്ര അകലെയാണ് നമ്മൾ കാണുന്നത്? അല്പം മുന്നോട്ടും പിന്നോട്ടും ഒക്കെ മാറി നിൽക്കുമ്പോൾ ഈ പ്രതിബിംബത്തിൻ്റെ സ്ഥാനത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ?
ഇവിടെ റിഫ്ലക്റ്റീവ് ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ജനലിനൊക്കെ ഉപയോഗിക്കത്തില്ലേ, ജനൽ ചില്ലുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന റിഫ്ലക്റ്റീവ് ഗ്ലാസ് ഉപയോഗിച്ചൊരു എക്സ്പെരിമെൻറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റിഫ്ലക്റ്റീവ് ഗ്ലാസ് ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മേശപ്പുറത്ത് കുത്തനെ നിർത്തുക. ഒരു A4 സൈസ് പേപ്പർ നെടുകെ കീറി 2 കഷ്ണങ്ങളാക്കുക. രണ്ടിലും തുല്യ അകലത്തിൽ വരയിട്ട് 1 മുതൽ 5 വരെ അക്കങ്ങൾ എഴുതുക. ചിത്രത്തിൽ കാണുന്നത് പോലെ റിഫ്ലക്റ്റീവ് ഗ്ലാസിന് മുന്നിലും പിന്നിലും പേപ്പർ വയ്ക്കാം. 3 എന്ന് രേഖപ്പെടുത്തിയ സ്ഥാനത്ത് ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുക. മറുവശത്ത് 3 എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഒരു നാണയം വെക്കുക. അപ്പോൾ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം എവിടെയായിരിക്കും ഫോം ചെയ്യുക? 3 എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ, മറുവശത്ത് 3-ൽ തന്നെ ആയിരിക്കും, ആ കോയിനോട് അടുത്ത് തന്നെ ആയിരിക്കും മെഴുകുതിരിയുടെ പ്രതിബിംബം രൂപപ്പെടുക. ഇതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ മെഴുകുതിരി വെച്ച് പരീക്ഷണം നമുക്ക് ആവർത്തിച്ച് നോക്കാവുന്നതാണ്. വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. ഇനി പ്രതിബിംബത്തിൻ്റെ വലിപ്പമാണ് നമുക്കറിയേണ്ടത് അല്ലേ. അപ്പം നമ്മൾ നടത്തിയ പ്രവർത്തനം അതേ വലിപ്പത്തിലുള്ള മറ്റൊരു മെഴുകുതിരി ഉപയോഗിച്ച് നമ്മൾ ആവർത്തിച്ച് നോക്കുക. ഇരുവശത്തും 3 എന്ന സ്ഥാനത്ത് ഓരോ മെഴുകുതിരി വെക്കുക. ഒരു വശത്ത് നിന്ന് നോക്കിയാൽ മറുഭാഗത്ത് രൂപപ്പെട്ട പ്രതിബിംബവും അവിടെ വെച്ച മെഴുകുതിരിയും ഒരേ സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടിൻ്റെയും വലിപ്പം നമ്മൾ നിരീക്ഷിക്കുക. സ്ഥാനം മാറ്റിവെച്ച് വസ്തുവിൻ്റെയും പ്രതിബിംബത്തിൻ്റെയും വലിപ്പം താരതമ്യം ചെയ്ത് നോക്കുക. റിഫ്ലക്റ്റീവ് ഗ്ലാസിൻ്റെ ഒരു വശത്തുള്ള മെഴുകുതിരി കത്തിച്ചു നോക്കുക. സ്കെയിൽ ഉപയോഗിച്ച് മെഴുകുതിരി നാളത്തിലേക്കുള്ള ഉയരം അളക്കുക. കൂട്ടുകാരുടെ സഹായത്തോടെ മറുഭാഗത്ത് സ്കെയിൽ വെച്ച് പ്രതിബിംബത്തിൻ്റെ നാളത്തിലേക്കുള്ള ഉയരവും അളന്നു നോക്കുക. മെഴുകുതിരിയുടെ വലിപ്പം വ്യത്യാസപ്പെടുത്തി നമ്മൾ പരീക്ഷണം ആവർത്തിച്ച് നോക്കുക. നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? പ്രതിബിംബത്തിൻ്റെ വലിപ്പവും വസ്തുവിൻ്റെ വലിപ്പവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ? ഇല്ല. രണ്ടിൻ്റെ വലിപ്പം എങ്ങനെ തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും. വസ്തുവിൻ്റെ വലിപ്പം ഇപ്പോൾ ഒരു 50 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ പ്രതിബിംബത്തിൻ്റെ വലിപ്പം എന്ത് തന്നെ ആയിരിക്കും? 50 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യയം സംഭവിക്കും. പാർശ്വിക വിപര്യയം, അതായത് ലാറ്ററൽ ഇൻവേർഷൻ സംഭവിക്കും. പ്രതിബിംബത്തിന് ലാറ്ററൽ ഇൻവേർഷൻ സംഭവിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും. അപ്പോൾ സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിൻ്റെ 3 പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ പ്രതിബിംബങ്ങളുടെ എണ്ണം എങ്ങനെയായിരിക്കും? നമുക്കറിയാം, ഒരു സമതല ദർപ്പണത്തിന് മുന്നിൽ നമ്മൾ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രതിബിംബമാണ് നമ്മൾ കാണുന്നത്. ഒരു മെഴുകുതിരിയെ കത്തിച്ച് വെച്ചിട്ടുള്ളൂ എങ്കിൽ ആ ഒരു മെഴുകുതിരിയുടെ പ്രതിബിംബം മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. ഇനി ഇവിടെ നോക്കിയേ, 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര പ്രതിബിംബങ്ങൾ നമുക്ക് കാണാം? അനേകം പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ കണ്ടോ, 2 മിററുകൾ ഫേസ് ടു ഫേസ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് അവയ്ക്കിടയിൽ ഒരു മെഴുകുതിരി അങ്ങോട്ട് കത്തിച്ച് വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനേകം പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ സംഭവിക്കാൻ കാരണം ആവർത്തന പ്രതിപതനമാണ്, അതായത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയും. അഭിമുഖമായി വെച്ച 2 ദർപ്പണങ്ങളിൽ മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ കാണാൻ സാധിച്ചത് പ്രകാശത്തിൻ്റെ ആവർത്തിച്ചുള്ള പ്രതിപതനം മൂലമാണ്. അവിടെ റൈറ്റ് സൈഡിൽ ഫിഗർ കൊടുത്തിരിക്കുന്നുണ്ടോ, ഒരുപാട് പ്രാവശ്യം അവിടെ റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പരീക്ഷണം നമുക്ക് പല വസ്തുക്കളെ വെച്ച് നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ നിത്യജീവിതത്തിൽ ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ബാർബർ ഷോപ്പിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ സ്വർണ്ണക്കടകളിലൊക്കെ ചെല്ലുമ്പോഴോ സ്വർണ്ണത്തിൻ്റെ അളവൊക്കെ വളരെ കുറവായിരിക്കും അവിടെ. പക്ഷേ ഈ മിറർ സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ആംഗിളിൻ്റെ ഡിഫറൻസിനനുസരിച്ച് ഒരുപാട് പ്രതിബിംബങ്ങൾ നമുക്ക് നോക്കുമ്പോൾ തോന്നും, അയ്യോ ഒരുപാട് സ്വർണ്ണം ഉണ്ടല്ലോ ഈ കടയിലെന്ന് തോന്നും അല്ലേ. പക്ഷേ അതെന്താണ്, അവരെ മിറർ സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് ആ റിഫ്ലക്ഷൻ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ സ്വർണ്ണക്കടയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ മിറർ സെറ്റ് ചെയ്യുമ്പോൾ അവിടെ ആംഗിളിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കും നമുക്ക് നോക്കാം. 2 സമതല ദർപ്പണങ്ങൾ സെലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച് വെക്കുക. ഒരു ചെറിയ പന്ത് നടുവിൽ വെച്ച് പ്രതിബിംബങ്ങളുടെ എണ്ണം നിരീക്ഷിക്കുക. അപ്പം നമുക്ക് നോക്കാം, കോണളവ് മാറുന്നതിനനുസരിച്ച് പ്രതിബിംബത്തിന് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും തങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കോണളവ് x ആണെന്ന് നമ്മൾ കരുതുക. അങ്ങനെയാണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 360 ഡിവൈഡഡ് ബൈ x-1 എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ എത്ര ഇമേജുകൾ ഉണ്ടാകും എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
ഇത് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. കോണളവ് തന്നിട്ടുണ്ട് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രതിബിംബങ്ങളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് 360/30 - 1 ചെയ്യുമ്പോൾ നമുക്ക് 30 ഡിഗ്രി കോണളവിലുള്ള പ്രതിബിംബങ്ങളുടെ എണ്ണം നമുക്ക് കിട്ടും. അത് 11ആണ്. പിന്നെ താഴോട്ട് നോക്കി കോണളവ് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് പ്രതിബിംബങ്ങളുടെ എണ്ണത്തിന് എന്ത് സംഭവിക്കുന്നു? കുറഞ്ഞു വരുന്നു അല്ലേ? അപ്പോൾ 90 ഡിഗ്രിയാണ് കോണളവെന്നുണ്ടെങ്കിൽ നമ്മൾ 360/90 - 1 ചെയ്യുക. നമുക്ക് 3 ഉത്തരം കിട്ടി. അതുപോലെ തന്നെ 120യുടെയും ചെയ്ത് നോക്കാം. 360/120 - 1. അപ്പോൾ നമുക്ക് 2 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം കോണളവ് കൂടുന്തോറും പ്രതിബിംബങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇനി നമുക്ക് നോക്കാം ദർപ്പണത്തിലെ മായ കാഴ്ചകൾ. ആവർത്തന പ്രതിപതനം എന്ന തത്വം ഉപയോഗപ്പെടുത്തുന്ന രസകരമായ ചില ഉപകരണങ്ങൾ ദർപ്പണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിലൊന്നാണ് കാലിഡോസ്കോപ്പ്. ഈ കാലിഡോസ്കോപ്പിൻ്റെ നമ്മൾ 1-2 വളപ്പൊട്ടുകളോ അല്ലെങ്കിൽ മുത്തുകളോ ഒക്കെ ഇടത്തുള്ളൂ. പക്ഷേ ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണം നമ്മൾ അതിനുള്ളിലൂടെ നോക്കുമ്പോഴത്തേക്ക് ഒരുപാടെണ്ണം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുണ്ടാക്കുന്ന രീതിയിലേക്കൊന്നും കിടക്കുന്നില്ല. അത് വായിച്ച് നോക്കിയാൽ മതിയാവും. ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. PSC എക്സാം ഓറിയൻറ്റഡ് ആയത് കാരണം അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി മിററിൻ്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഉപയോഗപ്രദമാക്കുന്ന ഒന്നാണ് പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മൾ 2 മിററുകളാണ് പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്. എന്താണ് ഈ പെരിസ്കോപ്പിൻ്റെ ഉപയോഗം? ആഴക്കടലിൽ സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകളിലെ നാവികർക്കും യുദ്ധമുഖത്തെ ട്രെഞ്ചിനുള്ളിലിരുന്ന് ശത്രുക്കളെ നിരീക്ഷിക്കുന്ന പട്ടാളക്കാർക്കും പെരിസ്കോപ്പ് പ്രയോജനപ്പെടുന്നു. പെരിസ്കോപ്പിൻ്റെ താഴത്തെ മിററിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മുകളിലത്തെ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുക? മുകളിൽ നിന്ന് ലൈറ്റ് വന്ന് ആ മിററിൽ തട്ടി താഴത്തെ മിററിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അവിടുന്ന് വീണ്ടും ലൈറ്റ് എങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു? നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു അന്തർവാഹിനിയുടെ ഫിഗർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പെരിസ്കോപ്പ് കണ്ടോ, കടലിൻ്റെ മുകളിൽ ഭാഗത്തേക്ക് നിൽക്കുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് ലൈറ്റ് ഉള്ളിലേക്ക് കടക്കും. ആ വളഞ്ഞു വരുന്ന ഭാഗത്തായിട്ട് മിറർ ഉണ്ടാവും. ആ 45 ഡിഗ്രി കാണിച്ചിരിക്കുന്നില്ലേ ഫിഗറിൽ? അങ്ങനെ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് വന്ന് ആ ലൈറ്റ് ആ മിററിൽ വന്ന് താഴേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു. വീണ്ടും താഴെയുള്ള 45 ഡിഗ്രിയിൽ വെച്ചിരിക്കുന്ന മിററിൽ വന്ന് വീണ്ടും ഒരു റിഫ്ലക്ഷന് ശേഷം നമുക്ക് നമ്മുടെ കണ്ണിലേക്ക് എത്തും. നമ്മൾ താഴത്തെ ഭാഗത്തുകൂടാണ്, താഴത്തെ എൻഡിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. താഴത്തെ ഭാഗം ഷിപ്പിനുള്ളിലായിരിക്കും വരിക. അപ്പോൾ താഴെ നിന്ന് ഇരുന്നുകൊണ്ട് നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റും, മുകളിലെ കാഴ്ചകളൊക്കെ. ഇനി അടുത്തതാണ് പ്രകാശ മലിനീകരണം. പ്രകാശം നമുക്ക് കാഴ്ചയ്ക്ക് ഒരു അനുഗ്രഹമാണെങ്കിലും അത് അമിതമായിട്ട് ഉപയോഗിക്കുന്നത് ദോഷമുണ്ടാക്കും. ഇരുട്ടിനെ ഇല്ലാതാക്കും വിധം പ്രകാശം വിതറുന്ന ഒട്ടേറെ സ്രോതസ്സുകൾ ഇന്ന് നാം ഉപയോഗിക്കാറുണ്ട്. നഗരങ്ങളിലും പാർക്കുകളിലും രാത്രി മുഴുവൻ പ്രകാശം നിൽക്കുന്ന നിയോൺ ബൾബുകളും മറ്റും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇരുട്ടിൽ ഇരതേടുന്ന ഒട്ടേറെ ജീവികൾക്ക് ഈ വെളിച്ചം ദോഷമുണ്ടാക്കുന്നുണ്ട്. അവരും ഈ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്. തെളിഞ്ഞ രാത്രികളിൽ മാത്രം കാണാവുന്ന പല ആകാശ കാഴ്ചകളും മനുഷ്യർക്ക് നഷ്ടമാകുന്നതിനും രാത്രിയിലെ തീവ്രമായ പ്രകാശം കാരണമാകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ വഴി ചോദിക്കാവുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്